നമസ്കാരം. ജയശങ്കർ വള്ളുവനാട് മാട്രിമോണിയൽ ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി പ്രവീൺ യു, 37 വയസ്സ്, തിരുവാതിര നക്ഷത്രം, MBA ഫിനാൻസ് ആണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, BCom MBA. അത് കഴിഞ്ഞിട്ട് HSBCയിൽ വൈസ് പ്രസിഡന്റ്, അസിസ്റ്റന്റ് വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ബാംഗ്ലൂർ. അച്ഛൻ ഉണ്ണികൃഷ്ണൻ നായർ, അവർ പ്രൈവറ്റ് ഫേമിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടിരിക്കുന്നവരാണ്. അമ്മ ശാരദ, അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. പാലക്കാട് പത്തിരിപ്പാല എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തായിട്ടാണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഹൈറ്റ് വന്നിട്ട് 168, വെയ്റ്റ് വന്നിട്ട് 75. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഒരിക്കൽ കൂടെ പറയാം, പ്രവീൺ യു, തിരുവാതിര നക്ഷത്രം, HSBC ബാങ്കിൽ അസിസ്റ്റന്റ് വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. 37 വയസ്സ്, 168 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 75 കിലോ വെയ്റ്റ്. പാലക്കാട് പത്തിരിപ്പാല ഭാഗത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്നു. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. എല്ലാ വീഡിയോസിലും പറയുന്ന അതേ കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു മാട്രിമോണിയൽ സൈറ്റിൽ അങ്ങ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അങ്ങ് നടക്കുന്നൊരു കാര്യമല്ല. വളരെ അധികം എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമായി പോയിരിക്കുകയാണ് വിവാഹം എന്ന് പറയുന്നത്. ആദ്യം വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയും ആ കുട്ടിയുടെ മാതാപിതാക്കളും സഹോദരവും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ലൊരു ഡിസ്കഷൻ വെക്കണം. ഈ ഡിസ്കഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം, കുട്ടിയുടെ അച്ഛൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് എന്തൊക്കെ തരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് ആണെന്നുള്ളത്. ചിലർ പറയും, എനിക്ക് ബാംഗ്ലൂരുള്ള കുട്ടികളെ കിട്ടിയാൽ നന്നായി, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ളവർ കിട്ടിയാൽ നന്നായി, അല്ലെങ്കിൽ കോയമ്പത്തൂരുള്ളവരെ കിട്ടിയാൽ നന്നായി, അല്ലെങ്കിൽ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന കുട്ടികളെ കിട്ടിയാൽ നന്നായി. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ജോബ് ലൊക്കേഷൻ. രണ്ടാമത്തെ കാര്യം, ഇവർ പഠിപ്പ്, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെൻറ്റ്സ് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, ഹൈറ്റ്, വെയ്റ്റ്, ഈ വക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് മറ്റുള്ള രക്ഷിതാക്കളോട് സംസാരിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങളോട് അല്ലെങ്കിൽ വിവാഹം നോക്കുന്ന പാരൻസിനോട് എനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ്. ജാതകം, എല്ലാവരും ജാതകം, ഇപ്പോൾ നമ്മുടെ നായർ സമുദായം അല്ലെങ്കിൽ ഹിന്ദു സമുദായം മൊത്തത്തിൽ തന്നെ വേണമെങ്കിൽ പറയാം, പാരൻസ് എല്ലാവരും ജ്യോതിഷ പണ്ഡിതന്മാരായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവർക്കും കുറച്ച് ശ്ലോകങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ തിരിച്ചെന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊന്നും അറിയില്ല. അവരപ്പോൾ പറയും, ഇത് പണിക്കർ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, പണിക്കർ പറയുന്ന വിവരങ്ങൾ നമ്മൾ ബൈഹാർട്ടാക്കി വെക്കാതിരിക്കുക. ഏതൊരു പ്രൊഫൈൽ വന്നു കഴിഞ്ഞാലും, ഏതൊരു കുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ആ കുട്ടിയുടെ ഹൊറോസ്കോപ്പ് വാങ്ങിച്ച് തീർച്ചയായിട്ടും പണിക്കരുടെ അടുത്ത് അല്ലെങ്കിൽ ജ്യോതിഷൻ്റെ അടുത്ത് പോയി നോക്കിയിട്ട് വേണം അത് നോ എന്ന് പറയാൻ. ഒരു ജ്യോതിഷത്തെ കൊണ്ട് മാത്രം നോക്കിപ്പിച്ചാൽ പോരാ. രണ്ട് ഫാമിലി നല്ല ഫാമിലിയാണ്, എവറിത്തിങ് ഈസ് ഓക്കെ, ദെൻ നമുക്ക് ഫർദർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പണിക്കർ പറഞ്ഞു നോ എന്ന് പറഞ്ഞിട്ട് നമ്മളത് നോ എന്ന് പറയരുത്. 2, 3, 4 പണിക്കരടുത്തെങ്കിലും പോകണം, ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഒരു ആമുഖമായിട്ട് ഈ വിവാഹം നോക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളോടും കുട്ടികളോടൊക്കെ പറയാനുള്ളത്. ഒരിക്കൽ കൂടെ ഞാൻ പ്രവീൺ യുവിൻ്റെ കാര്യം പറഞ്ഞ് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രവീൺ യു, 37 വയസ്സ്, തിരുവാതിര നക്ഷത്രം,
1+ ദോഷമുണ്ട്. ജാതകം നിർബന്ധമാണ് അവർക്ക്. HSBC ബാങ്കിൽ അസിസ്റ്റൻറ്റ് വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു, ബാംഗ്ലൂർ. MBA ഫിനാൻസാണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. അച്ഛൻ ഉണ്ണികൃഷ്ണൻ നായർ, അമ്മ ശാരദ. ഹൈറ്റ് വന്നിട്ട് 168 സെൻറ്റിമീറ്റർ, വെയ്റ്റ് വന്നിട്ട് 75. ഇദ്ദേഹത്തിന് ഒരു സിസ്റ്ററുണ്ട്. ആ കുട്ടി മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.